Hi students, SSLC IT model questions group 4 ൽ നിന്ന് വന്ന Synfig സ്റ്റുഡിയോയിലെ questions ആണ് ഇവിടെ ചെയ്യാൻ ശ്രമിക്കുന്നത്. അപ്പോൾ അതിന്റെ ആദ്യത്തെ question ഇവിടെ കാണിക്കുന്ന ഹോമിലെ എക്സാം ഡോക്യുമെന്റ്സിൽ നൽകിയിട്ടുള്ള moondesigns.sifz എന്ന ഫയൽ ഉപയോഗിച്ച് ചന്ദ്രന്റെ ചലനം എന്ന ആനിമേഷൻ തയ്യാറാക്കുക. ഇതിനായി ചുവടെ നൽകിയ സൂചനകൾ പ്രയോജനപ്പെടുത്താം. moondesigns.sifz എന്ന ഫയൽ Synfig സ്റ്റുഡിയോ തുറക്കുക. അതേപോലെ ആ ഫയൽ ഓപ്പൺ ചെയ്ത പാടെ തന്നെ നമ്മൾ സേവ് ചെയ്യണം. രജിസ്റ്റർ നമ്പർ മൂൺ എന്ന പേര് സേവ് ചെയ്യണം. ക്യാൻവാസിൽ ചന്ദ്രന്റെ ചിത്രം വരച്ചു ചേർക്കുക. ചന്ദ്രന്റെ ചിത്രത്തിന് മുകളിൽ നിന്നും താഴോട്ട് ചലിക്കുന്ന ആനിമേഷൻ നൽകുക. ആനിമേഷൻ പ്രവർത്തിപ്പിക്കുക. പൂർത്തിയാക്കിയ ആനിമേഷൻ FLV ഫോർമാറ്റിൽ റെൻഡർ ചെയ്ത് ഹോമിൽ എക്സാം 10 എന്ന ഫോൾഡറിൽ രജിസ്റ്റർ നമ്പർ 3 എന്ന ഫയൽ നാമം നൽകി സേവ് ചെയ്യണം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ചെയ്യേണ്ടത്. നമുക്കൊന്ന് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് Synfig സ്റ്റുഡിയോ ഓപ്പൺ ചെയ്യാം. ആപ്ലിക്കേഷൻസിൽ ഗ്രാഫിക്സിൽ Synfig സ്റ്റുഡിയോ ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ ഇതാണ് Synfig സ്റ്റുഡിയോ സോഫ്റ്റ്വെയർ ഓപ്പണായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നമ്മൾ ആദ്യം തന്നെ ഈ ഒരു ഫയൽ ഓപ്പൺ ചെയ്യണം. Synfig സ്റ്റുഡിയോ ഫയലാണിത്, SIFZ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഫയൽ നമുക്കൊന്ന് ഓപ്പൺ ചെയ്യാം. moondesigns.sifz ഫയൽ ക്ലിക്ക് ചെയ്യുന്നു, ഓപ്പൺ. അപ്പോൾ ഇതിൽ ഹോമിൽ എക്സാം ഡോക്യുമെന്റ്സിലാണ് moondesigns.sifz ഉള്ളത്. സെലക്ട് ചെയ്തു, ഓപ്പൺ. അപ്പോൾ ഈ ഫയൽ ഇവിടെ വന്നിട്ടുണ്ട്. ഇനി നമ്മൾ അടുത്തത് ചെയ്യേണ്ടത് ഈ ഫയൽ ഹോമിലെ എക്സാം 10 എന്ന ഫോൾഡറിൽ നിങ്ങളെ രജിസ്റ്റർ നമ്പർ 3 എന്ന പേര് നൽകി സേവ് ചെയ്യുക. അപ്പോൾ അതിനായിട്ട് ഫയലിൽ സേവ് ആസ് ക്ലിക്ക് ചെയ്യുന്നു. ഹോമിൽ എക്സാം 10 എന്ന ഫോൾഡറിൽ നിങ്ങൾ രജിസ്റ്റർ നമ്പർ കൊടുക്കുന്നു, _3 കൊടുക്കാം. ഓക്കെ, നമ്മൾ സേവ് ചെയ്യാം. ഇനി നമ്മളോട് നെക്സ്റ്റ് പറഞ്ഞിരിക്കുന്നത് ക്യാൻവാസിൽ ചന്ദ്രന്റെ ചിത്രം വരച്ചു ചേർക്കുക. ചന്ദ്രന്റെ ചിത്രത്തിന് മുകളിൽ നിന്നും താഴോട്ട് ചലിക്കുന്ന ആനിമേഷൻ നൽകുക. അപ്പോൾ അതിനായിട്ട് ഇവിടെയുള്ള സർക്കിൾ ടൂൾ ഒന്ന് ക്ലിക്ക് ചെയ്തു. നമ്മളിവിടെ ജസ്റ്റ് ക്ലിക്ക് ആൻഡ് ഡ്രാഗ് ചെയ്യുന്നു. അപ്പോൾ ഇവിടെ ഒരു പിക്ചർ, ഒരു സർക്കിൾ ഇവിടെ ഡ്രോ ചെയ്തിട്ടുണ്ട്. നമുക്ക് ഈ ഒരു സർക്കിളിന് വേണ്ട വൈറ്റ് കളറാണ്. അപ്പോൾ വൈറ്റ് കളർ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒന്നെങ്കിൽ നമുക്ക് ഇവിടെയുള്ള ഫിൽ ടൂൾ യൂസ് ചെയ്തിട്ട് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് ആദ്യമേ എന്ത് ചെയ്യാം, ഇവിടെ തന്നിരിക്കുന്ന ഈ ഒരു കളർ ഫിൽ കളർ എന്നുള്ളതിൽ നമുക്ക് ആദ്യമേ വൈറ്റ് കളറാക്കി മാറ്റാം. അപ്പം ഞാനത് ഇവിടെ നിന്ന് ഒന്ന് ക്ലിക്ക് ചെയ്തു. ഈ ഒരു HSV എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ വൈറ്റ് എന്നുള്ള കളർ ആക്കി മാറ്റുന്നു. ക്ലോസ് ചെയ്തു. എന്നിട്ട് നമ്മൾ ഇനി ഡ്രോ ചെയ്താൽ അതെന്തായിരിക്കും, വൈറ്റ് കളറിലായിരിക്കും ഉണ്ടാവും. അപ്പോൾ നമ്മൾ ഇവിടെ ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് ആ കളർ എന്താക്കിയാൽ മതി, വൈറ്റ് ആക്കിയാൽ മതി. ഇല്ലെങ്കിൽ ഇങ്ങനെയാണ് നമ്മൾ ഡ്രോ ചെയ്തെങ്കിൽ ജസ്റ്റ് ഈ ഫിൽ ടൂൾ എടുക്കുക. ഫിൽ ടൂൾ എടുത്തിട്ട് ജസ്റ്റ് നമ്മളിവിടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പം നമ്മൾ ആ വൈറ്റ് കളറാണ് ഇവിടെ സെറ്റ് ചെയ്തെങ്കിൽ ഈ ഒരു കളർ ഇവിടേക്ക് വരും. അപ്പം നിങ്ങൾക്ക് ഏതാണോ എളുപ്പമുള്ള ആ ഒരു മെത്തേഡിൽ നിങ്ങൾക്ക് ചെയ്യാം. ഓക്കെ, അപ്പം ഞാൻ ഈ ഒരു മൂണിൻ്റെ പിക്ചർ കുറച്ച് ഇതിൽ വെക്കുകയാണ്. അതേപോലെ നിങ്ങൾക്ക് അതിൻ്റെ സൈസ് കൂട്ടുകയോ കുറയ്ക്കുകയോ ഒക്കെ ചെയ്യാം. എന്നിട്ട് എന്ത് ചെയ്യുക, ഇങ്ങനെ നമ്മളിവിടെ സെറ്റ് ചെയ്ത് വെച്ചു. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്, ഇതിൻ്റെ ആനിമേഷൻ നൽകണം. ആനിമേഷൻ നൽകാനായിട്ട് ഇവിടെയുള്ള ടേൺ ഓൺ ആനിമേറ്റ് എഡിറ്റിംഗ് മോഡ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്തു. അപ്പം നിങ്ങൾക്ക് കാണാം, അത് നമ്മൾ ക്ലിക്ക് ചെയ്തപ്പോഴത്തേക്കും ഇവിടെ ഒരു റെഡ് ബോർഡർ ആയിട്ട് വരുന്നതാണ്. അപ്പോൾ ഇവിടെ നമുക്ക് ഇനി എന്താണ് നമ്മൾ കൊടുക്കേണ്ട, ആനിമേഷൻ കൊടുക്കേണ്ട നമ്പേഴ്സ് ഇവിടെ നമുക്ക് കൊടുക്കാവുന്നതാണ്. അപ്പം ജസ്റ്റ് നമ്മളോട് പറഞ്ഞിരിക്കുന്ന മുകളിൽ നിന്ന് താഴേക്ക് മൂവ് ചെയ്യുന്നതെന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക, ഫസ്റ്റ് 0F സ്റ്റാർട്ട് ചെയ്യുന്നു. ലാസ്റ്റത്തത് ഇവിടെ നമുക്ക് ഒന്നെങ്കിൽ 120 എന്ന് ടൈപ്പ് ചെയ്യാം, ഇല്ലെങ്കിൽ ഇവിടെ സീക്ക് ടു എൻഡ് എന്നുള്ളത് കൊടുക്കാം. അപ്പം 119 അവിടെ വന്നിട്ടുണ്ട്. ഈ ഒരു മൂണിനെ പിടിച്ച് നമുക്ക് താഴേക്ക് കൊണ്ടുവെക്കാം. അതേപോലെ ഒരു കുറച്ചും കൂടി സൈസ് വലുതാക്കണമെങ്കിൽ അങ്ങനെ നമുക്ക് ചെയ്യാം. ഇത്രയും ചെയ്തതിന് ശേഷം നമുക്ക് ടേൺ ഓഫ് ആനിമേറ്റ് എഡിറ്റിംഗ് മോഡിന് കൊടുക്കാം. നമുക്ക് ഒരു ആനിമേഷൻ കാണാൻ വേണ്ടി നമുക്ക് സീക്ക് ടു ബിഗിൻ എന്നുള്ളത് കൊടുത്തു. ഒന്ന് പ്ലേ ചെയ്ത് നോക്കുകയാണ്. മൂന്ന് താഴേക്ക് വരുന്നൊരു ആനിമേഷൻ വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് റെൻഡർ ചെയ്യണം. FLV ഫോർമാറ്റിൽ റെൻഡർ ചെയ്യണം. അതിനായിട്ട് ഫയലിൽ റെൻഡർ എന്നുള്ള ഓപ്ഷൻ എടുക്കുന്നു.
ഇവിടെ നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട്. നേരത്തെ നമ്മൾ സേവ് ചെയ്തുകൊണ്ട് ആ ഒരു പാത്ത് ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഹോമിൽ എക്സാം 10ൽ ഈ ഒരു പേരിൽ നമ്മുടെ രജിസ്റ്റർ നമ്പറിൻ്റെ നെയിമിൽ തന്നെയാണ് ഇവിടെ വന്നത്. ഇവിടെ നമ്മൾ എന്ത് ചെയ്താൽ മതി, .FLV എന്ന് കൊടുത്താൽ മതി. അപ്പോൾ ഈ ഒരു ഇതിൻ്റെ കൂടെ നമ്മൾ .FLV എന്ന് കൊടുത്തിട്ട് എന്ത് ചെയ്താൽ മതി, റെൻഡർ എന്ന് കൊടുത്താൽ മതി. അല്ല നമുക്കിവിടെ സേവ് ചെയ്തത് എക്സാം 10ൽ അല്ലെങ്കിൽ മാറ്റണമെങ്കിൽ എന്ത് ചെയ്താൽ മതി, ചൂസ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യാം. ഹോമിൽ എക്സാം 10 ഓപ്പൺ ചെയ്തിട്ട് നമുക്ക് വേണമെങ്കിൽ ഫയൽ നെയിം ഇവിടെ കൊടുക്കണമെങ്കിൽ കൊടുക്കാവുന്നതാണ്. എന്നിട്ട് ഓക്കെ പ്രസ് ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ ഇത് നമ്മൾ കൊടുത്തിട്ടുണ്ട്. റെൻഡർ എന്നുള്ളത് ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ ഇവിടെ റെൻഡേർഡ് സക്സസ്ഫുള്ളി എന്ന് കാണിക്കുന്നുണ്ട്. നമുക്കൊന്ന് കാണാൻ വേണ്ടിയിട്ട് ഹോമിൽ എക്സാം 10ൽ ഞാനിതാണ് 234 എന്നാണ് കൊടുത്തത്. ഇതാ ഈ ഒരു ഫയൽ ഓപ്പൺ ചെയ്ത് നോക്കാം. അപ്പം നമ്മൾ ചെയ്ത ആനിമേഷൻ ഇവിടെ കാണാവുന്നതാണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഒരു അക്വേറിയത്തിൽ മത്സ്യം സഞ്ചരിക്കുന്നതിൻ്റെ ആനിമേഷൻ സിൻഫിക് സ്റ്റുഡിയോ സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് തയ്യാറാക്കുക. ഇതിനായി ചുവടെ നൽകിയ സൂചനകൾ പ്രയോജനപ്പെടുത്താം. സോഫ്റ്റ്വെയർ തുറന്ന് ഹോമിലെ ഇമേജസ് 10ൽ നൽകിയിട്ടുള്ള aquarium.png എന്ന ചിത്രം പശ്ചാത്തലമായി ഉൾപ്പെടുത്തുക. ഹോമിലെ ഇമേജസ് 10ൽ നൽകിയിട്ടുള്ള fish.png എന്ന ചിത്രം ഉൾപ്പെടുത്തുക. ഈ ഫയൽ ഹോമിലെ എക്സാം 10 എന്ന ഫോൾഡറിൽ നിങ്ങളെ രജിസ്റ്റർ നമ്പർ ഫിഷ് എന്ന പേര് നൽകി സേവ് ചെയ്യുക. മത്സ്യം ഒരു വശത്ത് നിന്ന് മറ്റൊരു വശത്തേക്ക് സഞ്ചരിക്കുന്നതിന് ആനിമേഷൻ തയ്യാറാക്കി പ്രവർത്തിപ്പിക്കുക. പൂർത്തിയാക്കിയ ആനിമേഷൻ FLV ഫോർമാറ്റിൽ റെൻഡർ ചെയ്ത് ഹോമിലെ എക്സാം 10 എന്ന ഫോൾഡറിൽ നിങ്ങളെ രജിസ്റ്റർ നമ്പർ ഫിഷ് എന്ന ഫയൽ നാമം നൽകി സേവ് ചെയ്യുക. അപ്പോൾ ഇതൊന്ന് ചെയ്യാം. അപ്പോൾ അതിനായിട്ട് ആദ്യം തന്നെ നമ്മൾ ആപ്ലിക്കേഷൻസിൽ ഗ്രാഫിക്സിൽ സിൻഫിക് സ്റ്റുഡിയോ ഓപ്പൺ ചെയ്യുന്നു. അപ്പോൾ നമ്മളോട് ഇവിടെ ആദ്യം പറഞ്ഞത് ഹോമിലെ ഇമേജസ് 10ൽ നിന്ന് aquarium.png എന്ന ചിത്രം ബാക്ക്ഗ്രൗണ്ട് ആയിട്ട് ഉൾപ്പെടുത്താനാണ്. അപ്പോൾ അതിനായിട്ട് നമുക്ക് ഫയലിൽ PNG ഫോർമാറ്റിൽ ഒരു പിക്ചർ ആയതുകൊണ്ട് അതിനെ ഇൻസേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഫയലിൽ ഇമ്പോർട്ട് എന്ന് പറഞ്ഞ ഓപ്ഷനാണ് ക്ലിക്ക് ചെയ്യേണ്ടത്. അപ്പോൾ ഒരു PNG പോലുള്ള ഫോർമാറ്റിലുള്ള പിക്ചർ ആണെങ്കിൽ ഇമ്പോർട്ട് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാം. ഇവിടെ നമ്മൾ ഹോമിലെ ഇമേജസ് 10ലാണുള്ളത്. ഇവിടെ പറഞ്ഞ അക്വേറിയം എന്നുള്ള പിക്ചർ ഇമ്പോർട്ട് എന്ന് ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ ഇവിടെ അക്വേറിയം എന്നുള്ള ഇമേജ് ഇവിടെ ബാക്ക്ഗ്രൗണ്ട് ആയിട്ട് സെറ്റ് ആയിട്ടുണ്ട്. ഇനി നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ഹോമിലെ ഇമേജസ് 10ലുള്ള fish.png എന്ന ചിത്രം ഉൾപ്പെടുത്താനാണ്. അതിന് വീണ്ടും നമ്മൾ ഫയലിൽ ഇമ്പോർട്ട് ക്ലിക്ക് ചെയ്യുന്നു. ഫിഷ് എന്നുള്ള പിക്ചർ ഇമ്പോർട്ട് ചെയ്യുന്നു. അപ്പോൾ ഇവിടെ ഫിഷ് എന്നുള്ള പിക്ചർ വന്നിട്ടുണ്ട്. നമ്മൾ ഇതിനെ എവിടെയാണോ സെറ്റ് ചെയ്യേണ്ടത്, നമുക്കിത് മൂവ് ചെയ്യുന്നൊരു പിക്ചർ, ഇതാണ് ആനിമേഷനാണ് വേണ്ടത്. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ ഇതിനെ ഒരു സൈഡിൽ സെറ്റ് ചെയ്യാണ്. വേണ്ട രൂപത്തിൽ സൈസിലാക്കി മാറ്റി. ഇനി നമ്മൾ അടുത്തത് ഇതിനെ ഹോമിലെ എക്സാം 10 എന്ന ഫോൾഡർ രജിസ്റ്റർ നമ്പർ ഫിഷ് എന്ന പേര് നൽകി സേവ് ചെയ്യാൻ പറയുന്നു. അപ്പോൾ അതിനായിട്ട് ഫയലിൽ സേവ് ആസ് ക്ലിക്ക് ചെയ്യുന്നു. ഹോമിൽ എക്സാം 10ൽ രജിസ്റ്റർ നമ്പർ കൊടുക്കുന്നു, _fish എന്നുള്ളത് കൊടുക്കുക. സേവ് ക്ലിക്ക് ചെയ്യുന്നു. ഇനി നമ്മൾ ഇതിന് ആനിമേഷൻ നൽകുകയാണ്. അതിനായിട്ട് ആദ്യം തന്നെ ടേൺ ഓൺ ആനിമേറ്റ് മോഡ് എന്നുള്ളത് കൊടുക്കുന്നു. അപ്പോൾ ഇവിടെ നമ്മൾ ആനിമേറ്റ് മോഡ് കൊടുക്കാൻ വേണ്ടിയിട്ട് ലാസ്റ്റത്തെ നമ്പർ വരാൻ വേണ്ടി സീക്ക് ടു എൻഡ് എന്നുള്ളത് പ്രസ് ചെയ്യാം. അപ്പോൾ ഇവിടെ ഈ ഒരു ഫിഷ് ഇങ്ങനെ മൂവ് ചെയ്യുന്ന രീതിയിൽ ആക്കി, വേണമെങ്കിൽ നമുക്ക് അതിൻ്റെ സൈസ് കൂട്ടുകയോ കുറയ്ക്കുകയൊക്കെ ചെയ്യാവുന്നതാണ്. ഇങ്ങനെ ചെയ്തു. ഇവിടെ ആനിമേറ്റ് മോഡ് നമ്മൾ ഓഫ് ആക്കുന്നു. ഇതിൻ്റെ ആനിമേഷൻ ഒന്ന് കാണാൻ വേണ്ടി സീക്ക് ടു ബിഗിൻ ക്ലിക്ക് ചെയ്യുന്നു. ഒന്ന് പ്ലേ ചെയ്ത് നോക്കാം. ഓക്കെ, ഇനി നമ്മൾ ഇതിനെ ഒന്ന് റെൻഡർ ചെയ്യാണ്. ഫയലിൽ റെൻഡർ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുന്നു. ഇവിടെ നമുക്ക് ഈ ഒരു ഫയൽ പാത്ത് ഇവിടെ വന്നിട്ടുണ്ട്. ഈ .png എന്നുള്ളത് നമ്മളൊന്ന് കളഞ്ഞിട്ട് അവിടെ .FLV എന്ന് കൊടുക്കുക. ഇവിടെ റെൻഡർ എന്ന് കൊടുക്കുക. അപ്പോൾ ഇവിടെ റെൻഡർ കംപ്ലീറ്റ് സക്സസ്ഫുള്ളി എന്ന് കാണിക്കും. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഹോമിലെ എക്സാം ഡോക്യുമെന്റ്സിൽ നൽകിയിട്ടുള്ള sunrise.sifz എന്ന ഫയൽ ഉപയോഗിച്ച് സൂര്യോദയത്തിന്റെ ആനിമേഷൻ തയ്യാറാക്കുക. ഇതിനായി ചുവടെ നൽകിയ സൂചനകൾ പ്രയോജനപ്പെടുത്തുക. ആദ്യം തന്നെ സിൻഫിക് സ്റ്റുഡിയോ ഓപ്പൺ ചെയ്യാം. അതിൽ sunrise.sifz എന്ന ഫയൽ തുറക്കാം. അപ്പോൾ അതിനായിട്ട് ആപ്ലിക്കേഷൻസിൽ ഗ്രാഫിക്സിൽ
Synfig Studio എന്നുള്ള ഫയൽ നമ്മൾ ഓപ്പൺ ചെയ്യുന്നു. എന്ന സോഫ്റ്റ്വെയർ നമ്മൾ ഓപ്പൺ ചെയ്യുന്നു. ഇതിൽ ഫയലിൽ ഓപ്പൺ യൂസ് ചെയ്യുന്നത് ഇവിടെ SIFZ എന്നുള്ള ഫയൽ ആയതുകൊണ്ടാണ്. ഇവിടെ നമ്മൾ ഹോമിൽ എക്സാം ഡോക്യുമെന്റ്സിൽ sunrise.sifz എന്നുള്ളത് ഓപ്പൺ ചെയ്യുന്നു. അപ്പോൾ ഈ ഒരു ഫയൽ ഇവിടെ വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ഈ ഒരു ഫയലിനെ നമ്മൾ സേവ് ചെയ്യുക. എക്സാം 10 എന്ന ഫോൾഡറിൽ നിങ്ങളെ രജിസ്റ്റർ നമ്പർ സൺ എന്ന പേര് നൽകി സേവ് ചെയ്യുന്നു. അതിനായിട്ട് ഫയലിൽ സേവ് ആസ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ട് ഹോമിൽ എക്സാം 10ൽ നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ കൊടുക്കുന്നു. _sun കൊടുക്കുക. സൺ കൊടുത്ത് സേവ് ചെയ്യുന്നു. ഇനി അടുത്ത നമ്മളോട് പറഞ്ഞത് ക്യാൻവാസിൽ സൂര്യന്റെ ചിത്രം അനുയോജ്യമായ സ്ഥലത്ത് വരച്ചു ചേർത്ത് നിറം നൽകാനാണ്. അതിനായിട്ട് നമ്മൾ ഇവിടുന്ന് സർക്കിൾ ടൂൾ സെലക്ട് ചെയ്യുന്നു. ഇവിടെ നമ്മൾ ക്ലിക്ക് ചെയ്തിട്ട് ഏതാണോ നമുക്ക് വേണ്ട കളറ് ആ കളറ് നമ്മൾ സെലക്ട് ചെയ്യാം. ഈ ഒരു കളർ ഞാൻ സെലക്ട് ചെയ്യാണ്. നമ്മൾ ആദ്യം കളർ സെലക്ട് ചെയ്തിട്ട് അതിൻ്റെ ഷെയ്ഡ് കൊടുത്താൽ മതി. ക്ലോസ് ക്ലിക്ക് ചെയ്യുന്നു. എന്നിട്ട് ഞാനിവിടെ സണ്ണിൻ്റെ പിക്ചർ വരയ്ക്കുന്നു. ഓക്കെ. ഇനി നമ്മൾ അടുത്തത് ചെയ്യേണ്ടത് സൂര്യൻ്റെ ചിത്രത്തിന് ചലനം നൽകി സൂര്യോദയത്തിന് ആനിമേഷൻ പ്രവർത്തിപ്പിക്കാനാണ്. അപ്പം നമ്മളിവിടെ ആനിമേറ്റ് മോഡ് ഓൺ ചെയ്യുക. അതിനുശേഷം വേണമെങ്കിൽ 120 എന്നിവിടെ ടൈപ്പ് ചെയ്യാം. അപ്പോൾ ഇതിങ്ങനെ മൂവ് ചെയ്യുന്ന രീതിയിലാണ് വേണ്ടത്. അപ്പോൾ നമ്മളിവിടെ സെലക്ട് ടൂൾ യൂസ് ചെയ്തിട്ട് ഇതിനെ ഇങ്ങനെ മുകളിലേക്ക് മൂവ് ചെയ്യുന്ന ഇതിലെ ഓപ്ഷനാക്കി മാറ്റുന്നു. അതോടൊപ്പം തന്നെ ഇതിൻ്റെ കളർ ചേഞ്ച് ചെയ്യണമെങ്കിൽ ഇവിടെ ഒന്ന് നമ്മൾ ക്ലിക്ക് ചെയ്യുന്നു. ഇവിടെ കാണുന്ന ഈ ഒരു കളറിൽ ക്ലിക്ക് ചെയ്യുന്നു. നമ്മൾ ഒരു ലൈറ്റ് യെല്ലോ കളറ് സെലക്ട് ചെയ്യുന്നു. ഓക്കെ. ഇത്രയും കൊടുത്തിട്ട് നമ്മൾ ഇവിടെ ആനിമേറ്റ് മോഡ് ഓഫ് ആക്കുന്നു. നമുക്കൊന്ന് റൺ ചെയ്ത് നോക്കാം. ഇവിടെ ഒന്ന് ക്ലിക്ക് ചെയ്തു പ്ലേ ചെയ്യാം. ഓക്കെ. അപ്പോൾ ഇത് നമ്മളിനി FLV ഫോർമാറ്റിലേക്ക് റെൻഡർ ചെയ്യണം. അപ്പോൾ അതിനായിട്ട് ഫയലിൽ റെൻഡർ ക്ലിക്ക് ചെയ്തു. ഇവിടെ നമ്മൾ ഇതിവിടെ കൊടുത്ത പാത്ത് ഇവിടെ വന്നിട്ടുണ്ട്. നമ്മൾ ബാക്ക് സ്പേസ് അടിച്ചിട്ട് FLV എന്ന് കൊടുക്കുക. ഇവിടെ റെൻഡർ എന്നുള്ളത് ക്ലിക്ക് ചെയ്യുന്നു. ഓക്കെ. SSLC IT മോഡൽ ക്വസ്റ്റ്യൻസിൻ്റെ വീഡിയോ ട്യൂട്ടോറിയലിൻ്റെ എല്ലാത്തിൻ്റെയും ലിങ്ക് താഴെ കൊടുത്തിട്ടുണ്ട്. മുമ്പ് വന്ന ക്വസ്റ്റ്യൻസിൻ്റെ ലിങ്കും താഴെ നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷനിൽ കാണാവുന്നതാണ്. ഓക്കെ. താങ്ക് യു.